ബ്രെയിൻ ട്യൂമറിന് സർജറി ചെയ്താലും പണിയാകാനാണ് സാധ്യത എന്ന് അതേ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞത്. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, വലിയ മുഴയാണ്. ശരിക്കും ഒരു രണ്ടാം ജന്മം. ആരും വിശ്വസിച്ചില്ല. ഇപ്പോഴും വിശ്വസിക്കാതെ അവിശ്വസനീയതയോടെ എന്നെ നോക്കി നിൽക്കണവരുണ്ട്. ശരിക്കും ഒരു ജീവിതം കിട്ടിയത് ഇപ്പോഴാണ്. അത് പറയാലോ, നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. 5 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് അല്ലേ, അത് എത്ര നാൾ നിൽക്കുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇടാറുണ്ട് നമ്മളെ FB-യിൽ. എന്റെ പേര് കുമാരി. ഞാൻ ഇവിടെ നൊച്ചിമ്മ വന്നെ, നിയർ NAD ആലുവ. അപ്പൊ എനിക്ക് ആദ്യം തന്നെ തലയ്ക്ക് ഒരു സൈഡിൽ മരവിപ്പായിട്ട് വന്ന് പല്ലിനാർന്നു ആദ്യം. അത് പിന്നെ സ്പ്രെഡ് ചെയ്ത് ഒരു വശം കംപ്ലീറ്റ് മരവിപ്പായിരുന്നു. രാജഗിരിയിൽ പോയി ആശുപത്രിയിൽ പോയി അവരൊന്നും അസുഖം കണ്ടുപിടിച്ചില്ല. അവസാനം ഞങ്ങളുടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ പോയി അവരാണ് ഇത് ബ്രെയിൻ ട്യൂമർ ആണെന്ന് പറഞ്ഞത്. തിരിച്ച് രാജഗിരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, വലിയ മുഴയാണ്, അതുകൊണ്ട് കരിച്ച് കളയുന്ന ഒരു ഇടപാടുണ്ടല്ലോ അത് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടെ വലുതാവും, അപ്പോൾ പിന്നെയും ചെയ്യണം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം ആസ്റ്ററിൽ അങ്ങനെ കുറേ ന്യൂറോ സർജന്മാരെ ഞങ്ങൾ വിളിച്ചു. എൻ്റെ മോളൊരു ഡോക്ടറാണ്, കണ്ണിൻ്റെ ഡോക്ടറാണ്. പുള്ളിയുടെ കെയർ ഓഫിലും മോൻ്റെ കെയർ ഓഫിലും ഒക്കെ ഉള്ള കുറേ ഡോക്ടർമാരെ ഞങ്ങൾ സമീപിച്ചു. അവർ പറഞ്ഞു ആ 8 ലക്ഷം 10 ലക്ഷം ചെയ്യാം, എന്നാൽ അതിന് പറ്റിയ ഇത് നമുക്ക് കിട്ടൂല, റിസൾട്ട് കിട്ടൂല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് വിഷമിച്ചിരുന്നപ്പോഴാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്ന ഒരാള് മോനെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പം മൊത്തം മരവിച്ച് കണ്ണ് ഡബിളായിട്ടൊക്കെ കാണുള്ളൂ, കണ്ണൊന്നും കാണാൻ പാടില്ല. മോൻ കയ്യെ പിടിച്ചാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി തന്നെ. അങ്ങനെ ഒരു 5-6 ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ മോനോട് പറഞ്ഞു ഞാൻ തന്നെ പിടിച്ച് കയറിക്കോളാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് എൻ്റെ 21 ദിവസമായിരുന്നു എൻ്റെ ട്രീറ്റ്മെന്റ്. ആ 21 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഓടി കയറി ഓടി ഇറങ്ങിപ്പോകും. പിന്നെ എല്ലാം നോർമലായപ്പോൾ മരവിപ്പ് എല്ലാം കംപ്ലീറ്റ് മാറി. ഇപ്പോൾ തരിപ്പ് അത് നല്ല സൂചനയാണെന്ന് സാറ് പറഞ്ഞ്. അപ്പം അങ്ങനെ സാറ് പറഞ്ഞ രീതിയിൽ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ശരിക്കും ഒരു രണ്ടാം ജന്മം അങ്ങനെ പോകണം. ശരിക്കും ഒരു ജീവിതം കിട്ടിയത് ഇപ്പോഴാണ്. അത് പറയാലോ, നിങ്ങൾ ഒന്നുകൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്തൊക്കെയോ തിന്നണോ, കിടക്കണോ, ഉറങ്ങണോ, എന്തൊക്കെയോ ചിന്തിക്കണോ, അങ്ങനെ അങ്ങോട്ട് പോയി ജീവിതം. പക്ഷെ ഇപ്പോഴാ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ശരിക്കും നല്ല ചിന്തകൾ, നല്ല പറ്റണവർത്തോളം നല്ല ഭക്ഷണം, കിടക്കേണ്ട സമയത്ത് കിടക്കുക, ഉണരേണ്ട സമയത്ത് ഉണരുക, കഴിക്കേണ്ടത് കഴിക്കുക. അങ്ങനെ നമ്മൾ എല്ലാ ഉടുപ്പും ശരിക്കും ഒരു പുനർജന്മം. ശരിക്കും ഇതൊരു പുനർജനിയുടെ താഴ്വരയാണ് ഇവിടെ. നമ്മൾ കഴിഞ്ഞ ജന്മം മുഴുവനും ഉപേക്ഷിച്ച് പുതിയ ഒരു ജന്മത്തിലേക്ക് കടക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങളിപ്പോൾ ഈ പ്രായമായവരും അല്ലാത്തവരും എല്ലാവരും ഉണ്ട്. ഈ സാറ് പറഞ്ഞതനുസരിച്ച് നമ്മളൊന്ന് ജീവിച്ചു നോക്ക്, അപ്പം കാണാം നമ്മളൊരു പുതിയ ജന്മത്തിലേക്ക് കടക്കും. ഞാൻ എൻ്റെ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുക. പക്ഷെ ഇതൊന്നും എൻ്റെ അയൽവക്കത്തുള്ളവർക്കൊന്നും പിടിക്കണമെന്നില്ല കേട്ടോ. ഇപ്പോഴും മരുന്നില്ലാണ്ടാണോ ജീവിക്കണേ? ആ പിള്ളേരുടെ കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ളൊരു വർത്താനം. എൻ്റെ ചേട്ടനോട് ഒരാൾ ചോദിച്ചേട്ടൻ, അറിവുള്ളൊരു ആയുർവേദ വിദഗ്ധനാണ്. പുള്ളി ചോദിച്ചു കുട്ടികൾക്ക് അമ്മ വേണ്ടേന്ന്. ഞാനിവിടെ വരണുണ്ടോ അങ്ങനെ ചോദിക്കണത്. അങ്ങനെ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ആരും വിശ്വസിച്ചില്ല. ഇപ്പോഴും വിശ്വസിക്കാതെ അവിശ്വസനീയതയോടെ എന്നെ നോക്കി നിൽക്കണവരുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യണില്ല. ഞാൻ ഇതും കൊണ്ട് ജീവിച്ചു. അയ്യോ വന്ന ഇത്രയും പേരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇനി പുറകോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട, നിങ്ങൾ മുമ്പോട്ടേക്ക് തന്നെ നടക്കും. ശരിക്കും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം കിട്ടും, ഒരു പുതിയ ജന്മം. 5 ദിവസം കൊണ്ട് കിട്ടിയ റിസൾട്ട് അല്ലേ, അത് എത്ര നാൾ നിൽക്കുന്നു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ കമന്റ് ഇടാറുണ്ട് നമ്മളെ FB-യിൽ. മോഡേൺ സയൻസിൽ ചികിത്സിച്ചിട്ട് സമാധാനം കിട്ടാത്ത അവസ്ഥ വരുമ്പോഴാണ് പൊതുവിൽ നമ്മുടെ അടുത്ത് പല കേസുകളും വരാറ്. എന്നിട്ട് അതിൽ റിസൾട്ട് 5 ദിവസം കൊണ്ട് കിട്ടിയത് ചെറിയ റിസൾട്ട് അല്ല, 5 ദിവസം കൊണ്ട് കിട്ടിയത്. ഇതിപ്പോ 3 വർഷം കൊണ്ട് കിട്ടിയതാണെന്ന് നിങ്ങൾ വിചാരിക്കുക അല്ലേ? അവര് വന്ന സമയത്ത് റിസൾട്ട് ഇല്ലെങ്കിൽ ഇവര് 3 വർഷം ഇപ്പോ വരില്ല. അവരുടെ ലക്ഷണത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടതുണ്ട്. അവര് നടന്നു വരുമ്പോ പിടിച്ചാണ് നടന്നതെന്നും സൈഡിലേക്ക് വലിവുണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ട്യൂമർ എത്രമാത്രം വലുതായിരിക്കും എന്ന്, അല്ലെങ്കിൽ ആ ട്യൂമർ കൊണ്ട് എന്തായിരിക്കും ബുദ്ധിമുട്ട് എന്ന് സാധാരണ ട്യൂമർ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ചികിത്സ ചെയ്തവർക്കോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് അറിയാൻ പറ്റും. അപ്പൊ അത് അന്ന് റിസൾട്ട് ഉണ്ടായത് കൊണ്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു, മര്യാദക്ക് ട്രീറ്റ്മെന്റ് നടക്കുന്നു. നഷ്ടം എന്താ?
നഷ്ടം എന്ന് പറഞ്ഞാല് ആയുർവേദ ഡോക്ടർ തന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു കേട്ടില്ലേ, ആയുസിന്റെ വേദമായ ആയുർവേദത്തിന്റെ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർക്ക് തന്നെ വിവരം ആയുർവേദത്തിലല്ല എന്നുള്ളതാണ്. ലൈവാണ്. ആയുസിന്റെ ഭേദമായ അത് ഇത് പറയുന്നതിന് കുഴപ്പമില്ല, ആയുർവേദത്തെ പറയുമ്പോ കുഴപ്പമില്ല, ഇവിടുത്തെ രാജാവിനെ പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. അപ്പൊ ആയുസിന്റെ ഭേദമായ ആയുർവേദത്തിന്റെ വൈദ്യരും അവരോട് ചോദിക്കുന്നത് മരുന്നില്ലാതെ എന്തിനെങ്ങനെ പോണേന്നാ. 3 വർഷമായിട്ട് ഇങ്ങനെ പോയിട്ട് ഇനി 2 ദിവസം മുമ്പ് വേറൊരു ബ്രെയിൻ ട്യൂമർ കേസ് വന്നിരുന്നു. ഒരു പയ്യൻ ഇവിടെ കയറിയിട്ട് അതിന്റെ അകത്ത് കിടന്നുറങ്ങിയിട്ടുണ്ടാവും. ചൊവ്വാഴ്ച വന്നപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തിരക്ക് കൂടിയിട്ട് അതിന്റെ അകത്ത് ഒരു പയ്യനോട് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞത്. ആരെങ്കിലും കണ്ടിരുന്നോ? കണ്ടു. ആ പയ്യൻ രാവിലെ ഉറങ്ങിയിട്ട് ഉച്ചക്ക് ശേഷമാണ് എണീറ്റ് പോയത്. അവനും ഇതേപോലെ 3 വർഷത്തിന് മുമ്പ് ബ്രെയിൻ ട്യൂമർ ആയിട്ട് തന്നെ വന്നതാണ്. നാട്ടുകാര് പിരിവിട്ടതാണ്. പിരിവിട്ട കാശ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട്, ബാങ്കിലുണ്ട്. കാരണം എപ്പോ വേണമെങ്കിലും പോകാം, സർജറിക്ക് പോകാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണതാണ്. അപ്പൊ ഇപ്പോഴും അങ്ങോട്ട് പോയിട്ടില്ലാത്തതുകൊണ്ട് പിരിവിട്ട നാട്ടുകാർ പറഞ്ഞു പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോ ചെക്ക് ചെയ്തപ്പോ കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം ഇപ്പോഴും തൊട്ടിട്ടില്ല അവൻ. അപ്പോ അവനിവിടെ വന്നിട്ട് രാവിലെ വരും, വ്യാഴാഴ്ചകളിൽ വരും. അവൻ പള്ളിയില് ഉസ്താദാണ്. അപ്പൊ അവൻ രാവിലെ ഇവിടെ വരും, വ്യാഴാഴ്ചകളിൽ വരും, കിടന്നുറങ്ങും, ഉച്ച കഴിയുമ്പോ പോകും. അതാണ് അവൻ ചെയ്യാറ്. അപ്പൊ അവന് ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ അവൻ വരുന്നുണ്ട്. ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞൊരു കേസിന് അങ്ങനെ ഒരു മാജിക് കൊണ്ടൊന്നും അങ്ങനെ മാറണതല്ല. എന്തായാലും ബാലൻസ് ആവൂല. അപ്പൊ സർജറി ചെയ്താലും റിസ്ക് ആണ് എന്ന് പറഞ്ഞ കേസ് റിസ്ക് ഇല്ലാതെ പോകുന്നുണ്ടെങ്കിൽ അത് അന്ന് 5 ദിവസം ചെയ്തപ്പോ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് അവരിപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിപ്പോ 5 ദിവസം കിട്ടിയിട്ട് ചില ആളുകൾ പറയും ഇതിപ്പോ ഇപ്പൊക്കെ ഓക്കെയാണ്, ഇനിയിപ്പോ വീട്ടിൽ പോയാൽ എന്താവും എന്നുള്ള പേടിയിലാണെന്നാണ് ചിലവർ പറയാം. വീട്ടിൽ പോയാൽ ഇപ്പൊ കിട്ടിയെങ്കിൽ ഇത് കിട്ടിയതാണല്ലോ, റിസൾട്ട് ആണല്ലോ. വീട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ഭൂതത്തെ തളക്കാൻ വേറെ ചങ്കല മേടിക്കണം. ഹലോ, വീട്ടിലെ ഭൂതത്തെ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ വീട്ടിലെ ഭൂതം എന്ന് പറഞ്ഞാൽ രാത്രി നിങ്ങൾ കിടന്നുറങ്ങാത്തത് കൊണ്ടാവോ, വൈകി ഉറങ്ങണതുകൊണ്ടോ, രാത്രി TV കണ്ടൊരിക്കണമല്ലോ കൊണ്ടോ, രാത്രി നിങ്ങൾ പരമാവധി ഉറക്കം നേരത്തെ ആക്കിയാൽ ഈ ഭൂതം വരില്ല. രാത്രി പരമാവധി നേരത്തെ കിടന്നുറങ്ങുക, മക്കളെയൊക്കെ നേരത്തെ കിടത്തി ഉറക്കുക, രാത്രി ഭക്ഷണം നേരത്തെ ആക്കുക. ഇപ്പൊ അവര് പറഞ്ഞു ജീവിതചര്യ, ആ ജീവിതചര്യ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നതാണ്. ഇവിടുന്ന് നമ്മളിപ്പോ നിങ്ങൾ ജീവിതചര്യ ശരിയായില്ലെങ്കിൽ നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എഫക്ട് ചെയ്യും. പക്ഷെ ജീവിതചര്യ ശരിയല്ലെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം ഇവിടെ വരുന്നവരാരും പെട്ടെന്നൊരു രോഗം വന്നിട്ട് വന്നതൊന്നുമല്ല. ക്യാൻസറിന് കീമോ ചെയ്തിട്ടും ബയോപ്സി ചെയ്തിട്ടും എല്ലാം കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. പക്ഷെ അതിനേലും എളുപ്പമാണ് നമുക്കിത് തൊടാതെ കിട്ടേണ്ടത്. തൊടാതെ കിട്ടിയാൽ സ്പ്രെഡ് ആവാനുള്ള സാധ്യത കുറയും, തൊട്ടാൽ സ്പ്രെഡ് ആവാൻ സാധ്യത കൂടും.